ആഭിചാരക്രിയ ദേശത്തുണ്ടെങ്കിൽ, ആഭിചാരക്രിയ ദൈവമക്കൾക്കെതിരെ അല്ലെങ്കിൽ കുടുംബങ്ങൾക്കെതിരെ വരുന്നുണ്ടെങ്കിൽ, നിന്നിലുള്ള അഭിഷേകം ആഭിചാരത്തെ കത്തിക്കാനുള്ളതാ. ആഭിചാരക്രിയയെ തകർക്കാനുള്ള അഭിഷേകം ചുമക്കുന്ന ദൈവമക്കളാ നമ്മൾ ഓരോരുത്തരും. സ്തോത്രം. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലെ വരുമ്പോ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും. യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ എന്റെ അകത്തും വ്യാപരിക്കുന്നത്. അത് കല്ലറകളിൽ നിന്ന് അത് ശത്രു നിന്നെ രോഗിയാക്കി മാറ്റിയാൽ, ശത്രു നിന്നെ ബലഹീനപ്പെടുത്തി അടിച്ചു തളർത്തി കിടത്തി കഴിഞ്ഞാലും, ശത്രു നിന്നെ കല്ലറയിലാക്കിയാലും അവിടെ നിന്ന് വലിച്ചു പുറത്തിറക്കാൻ കഴിയുന്ന അഭിഷേകത്തിന്റെ ശക്തിയാ നിന്റെ ഉള്ളിലാക്കി വച്ചിരിക്കുന്നേ. സ്തോത്രം. നമ്മുടെ ഉള്ളിലുള്ള അഭിഷേകത്തിന്റെ ശക്തി ഏത് ആഭിചാരത്തെ പൊട്ടിക്കാനുള്ളതാ. സ്തോത്രം. ഒത്തിരി പേര് പറയാറുണ്ട്, ഒത്തിരിയും ആഭിചാരം ചെയ്തിട്ട് ഞങ്ങളെ കുടുംബത്തിലെ വളർച്ചയില്ല, തലമുറകൾ വഴിതെറ്റിപ്പോയി, ഭവനത്തിന് സമാധാനക്കേടുണ്ടായി, ഞങ്ങളുടെ നന്മ നശിച്ചുപോയി, ആഭിചാരം കൊണ്ട് എൻ്റെ കുടുംബജീവിതം തകർന്നു, ആഭിചാരം കൊണ്ട് എൻ്റെ നന്മകൾ തകർന്നു പോയി, എൻ്റെ ജോലിക്ക് ക്ഷീണം സംഭവിച്ചു. അങ്ങനെ ഒത്തിരി 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 പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവാത്മാവിൽ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിന്ന് ദൈവം എന്നെ ഏൽപ്പിച്ച ചില ദൂതുകൾ നിങ്ങളോട് പറഞ്ഞു പങ്കുവെച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാണുന്ന ഒരു ഭാഗം ശമരിയ പട്ടണത്തെ ആഭിചാര ക്രിയ കൊണ്ട് ഭ്രമിപ്പിച്ചു പോന്ന ശീമോൻ എന്നൊരു മനുഷ്യനെ പ്രൈസ് ദി ലോർഡ് കർത്താവ് തൊടുന്നതാ. ഒരു പട്ടണത്തെ മുഴുവനും ഭ്രമിപ്പിച്ച് വല്ലാതെ പ്രൈസ് ദി ലോർഡ് പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ഒരു ആഭിചാരകൻ. ആഭിചാരം ദൈവമക്കൾക്ക് ഫലിക്കുമോ? ആഭിചാരം ഫലിക്കത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ആഭിചാരത്തെ പേടിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച 8-ാം അധ്യായത്തിലോട്ടൊന്ന് വന്ന്, 8-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ എടുത്തൊരാൾ വേഗത്തിൽ വായിച്ചേ. എന്നാൽ ശീമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമര്യ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ശമര്യ പട്ടണത്തെ മുഴുവനും, ഇനി എന്നെ ശ്രദ്ധിച്ചോളണം, നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ശമര്യ പട്ടണത്തിലുള്ളവരെ മുഴുവനും ഭ്രമിപ്പിക്കുക, പരിഭ്രമം പിടിപ്പിക്കുക. ഈ ആഭിചാരം ചെയ്യുന്ന ശീമോൻ എന്ന മനുഷ്യൻ അവിടെ ആഭിചാരം ചെയ്ത് പ്രൈസ് ദി ലോർഡ് ആ ദേശത്തെ മുഴുവനും തന്റെ വരുതിയിലാക്കി നിർത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആഭിചാര ക്രിയ ഒരു ദേശത്തെ മുഴുവൻ എന്ത് ചെയ്തിരിക്കുക? ബന്ധിച്ച് നിർത്തിയിരിക്കുക. കുടുംബങ്ങളെ ബന്ധിക്കുക, തലമുറകളെ ബന്ധിക്കുക. ചെറുതായിട്ടൊന്നും കാണരുത്. ആഭിചാര ക്രിയ നിമിത്തം തകർന്നുപോയ കുടുംബങ്ങൾ ഒരുപാടാ. ആഭിചാര ക്രിയകൾ നിമിത്തം തലമുറകൾ തകർന്നുപോയ ഭവനങ്ങൾ ഒരുപാടാ. ആഭിചാര ക്രിയ മകത്തും പ്രൈസിനോട് കുടുംബജീവിതങ്ങൾ ശിഥിലമായി പോയിട്ട് അനേകര് നാട് വിട്ട് ഓടിയിട്ടുള്ളത് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതിന്റെ നടുവിൽ കർത്താവിന്റെ വചനം പറയുക, ഇവിടെ പ്രൈസിനോട് ശീമോൻ എന്ന മനുഷ്യൻ ഒരു ശമര്യ പട്ടണത്തെ മുഴുവനും തന്നെ ആഭിചാര ക്രിയ കൊണ്ട് അവൻ ഭ്രമിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവൻ ഇങ്ങനെ ഭ്രമിപ്പിച്ച് നിർത്തിയിരിക്കുമ്പോൾ സംഭവിച്ചത് എന്തുവാ? ഒന്ന്, ദേശം മുഴുവനും, ഈ ശമര്യ പട്ടണം മുഴുവനും പരിഭ്രമിച്ച് നിൽക്കുന്നു. രണ്ടാമത്, ഇവൻ ചെയ്തത് കൊണ്ട് ആ ദേശത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ദേശവാസികൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഉണ്ടോ? ഇല്ലേ? വായിച്ചേ, 8-ാം അധ്യായത്തിലോട്ടൊന്ന് വന്നേ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 7-ഉം 8-ഉം വാക്യം ഒന്ന് വായിച്ചേ. ദൈവസഭയ്ക്ക് പീഡനമുണ്ടായപ്പോ ഫിലിപ്പോസ് നേരെ ശമര്യയിലോട്ട് പോയി. ശമര്യയിൽ എന്തുണ്ട്? ഒരു ആഭിചാരം ചെയ്യുന്ന ശീമോൻ അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് അറിയാതെ പൗലോസ് ഫിലിപ്പോസ് ശമര്യയിലോട്ട് പോവുകയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ സ്വർഗത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. എവിടെ വിടുതൽ ആവശ്യമുണ്ടോ അത് സ്വർഗത്തിനറിയാം. നിങ്ങളൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ ഒരു ഇടപെടലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ ഒരു വലിയ നടത്തിപ്പിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണെങ്കിൽ, കർത്താവ് ചിലത് തക്ക സമയത്ത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനെ ക്ഷീണിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കിയേ, ഇവിടെ ഫിലിപ്പോസിനെ ശമര്യയിലോട്ട് പോയി. ഞാൻ ചോദിച്ചു, കർത്താവേ, യഹൂദന്മാർക്ക് ശമര്യ നിഷിദ്ധമല്ലേ? യഹൂദന്മാർ ശമര്യയിൽ പോകത്തില്ലല്ലോ, പിന്നെ എന്തിനാ പോയത്? അതാ കർത്താവിന്റെ പ്രവൃത്തി.
മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നേ. ആമേൻ. മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. ദൈവത്തിന് ഒരു ഇടപെടലുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ തക്ക സമയത്ത് ദൈവം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അത് മനുഷ്യന്റെ രീതികൾക്ക് അനുസരിച്ചല്ല. ഇവിടെ നോക്കിയേ, ഇവിടെ ഫിലിപ്പോസ് ശമര്യയിലോട്ട് പോയി കഴിഞ്ഞപ്പോ അവിടെ എന്തുവാ സംഭവിച്ചത്? ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അടുത്ത വാക്യം, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചും കൊണ്ട് പുറപ്പെട്ടു. ശീമോൻ ആഭിചാരം ചെയ്തപ്പോ നിങ്ങൾ കാണാത്ത ചിലതുണ്ടായിരുന്നു. പല കുടുംബങ്ങളിലും അശുദ്ധാത്മാക്കളുണ്ട്. അത് ശീമോൻ ആഭിചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വെളിയിൽ വന്നില്ല. അഭിഷിക്തൻ കാല് ചവിട്ടിയപ്പോൾ അത് പുറത്തിറങ്ങി. ഫിലിപ്പോസ്, അതുകൊണ്ട് പിന്നെയും ഞാൻ പറയുക, ആഭിചാരം പള്ളിയിൽ പോകുന്നവർക്ക് ഫലിക്കുമോ? ക്രിസ്ത്യാനിക്ക് ആഭിചാരം ഫലിക്കുമോ? സ്തോത്രം. ഫിലിപ്പോസിന്റെ പാദം ശമര്യയിൽ ചവിട്ടിയപ്പോ ആരായി ഫിലിപ്പോസ് എന്നറിയാമോ? നിങ്ങൾ വായിച്ച അപ്പോസ്തല പ്രവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം. എന്തുകൊണ്ടാ ഫിലിപ്പോസ് ശമര്യയിൽ എത്തിയപ്പോ ഭൂതങ്ങൾ കൊണ്ട് ഇളകിയത്? എന്തുകൊണ്ടാ ഫിലിപ്പോസ് ശമര്യയിൽ എത്തിയപ്പോ അശുദ്ധാത്മാക്കൾ ഇളകി വന്നത്? എന്തുകൊണ്ടാ ഭൂതങ്ങൾ ശമര്യ ഫിലിപ്പോസിന്റെ ശബ്ദം കേട്ടപ്പോ, അവന്റെ പാദസ്പർശം അറിഞ്ഞപ്പോ അതിന് കടങ്ങിയിരിക്കാൻ കഴിയാതെ അത് പുറത്തിറങ്ങിയ കാര്യം എന്തെന്നറിയാമോ? വായിച്ച് 6:5. വിശ്വാസവും മതിയാമ. ഇത് രണ്ടും കീവേഡ്. മാൻ ഫുൾ ഓഫ് ഫെയ്ത്ത് ആൻഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. മാൻ ഫുൾ ഓഫ് ഫെയ്ത്ത്. ശ്രദ്ധിച്ചോ, വിശ്വാസവും ഫുൾ ഓഫ് ഫെയ്ത്ത്, നിറഞ്ഞ വിശ്വാസവും പരിശുദ്ധാത്മാവും, ഇത് രണ്ടും ഉള്ളവനാണ് ഫിലിപ്പോസ്. എന്തിനാ ഭൂതമുള്ളത് മനസ്സിലായല്ലോ. അശുദ്ധാത്മാവ് ഇറങ്ങണമെങ്കിൽ, ആഭിചാരം ഫലിക്കാതിരിക്കണമെങ്കിൽ, ഒന്ന്, നീ ഒരു നല്ല വിശ്വാസി ആയിരിക്കണം. നിനക്ക് ദൈവത്തോട് അത്രയും വലിയ വിശ്വാസം ഉണ്ടാകണം. 2, നീ ആത്മാവിൽ ആരാധിക്കുന്നവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ആത്മാവ്, പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായിരിക്കണം. നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരിക്കണം. നോക്കിയേ, ഇവിടെ ഫിലിപ്പോസ് ശമര്യയിൽ എത്തി കഴിഞ്ഞ ഉടനെ, ഒന്ന്, അശുദ്ധാത്മാക്കൾ വീടുകളിൽ നിന്ന്, തലമുറകളിൽ നിന്ന്, യൗവനക്കാരിൽ നിന്ന്, കുഞ്ഞുങ്ങളിൽ നിന്ന്, പ്രായമുള്ളവരിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് അത് ബാധിച്ചവര് അതിനടങ്ങിയിരിക്കാൻ കഴിയാതെ അത് വെളിപ്പെട്ട് പുറത്തോട്ട് വന്നു. കാര്യം എന്തെന്നറിയാമോ? അതിന് നിൽക്കാൻ കഴിയാത്ത അഗ്നി ചുമക്കുന്നവനാ, തീ ചുമക്കുന്നവനാ ഈ ഫിലിപ്പോസ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ആശാന്റി പറഞ്ഞപ്പോൾ, സാക്ഷ്യം പറഞ്ഞപ്പോൾ ഓർപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഇന്നലെ അവരുടെ വീട്ടിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യം പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ആൻറ്റിയുടെ വീട്ടിൽ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് അവിടെ നമുക്ക് എല്ലാവർക്കും പ്രശ്നമായിപ്പോൾ. അപ്പോൾ ആൻറ്റി 2 കുറ്റിയെടുത്ത് പുറത്ത് വെച്ചിരുന്നു. വലിയ കുറ്റിയാണ്. പ്രൈസ് ദി ലോർഡ്. ഗ്യാസ് കുറ്റി എന്നാണ് അതിൻ്റെ പേര്. അതിനെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഉണ്ടെങ്കിൽ എടുത്ത് പുറത്ത് വെക്കുമോ? ഇല്ല, അത് പുറത്ത് വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, ആൻറ്റി എന്തിനാ ഈ ഗ്യാസ് കുറ്റി എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നത്? അത് ഗ്യാസ് ഇല്ല. മനസ്സിലായി? എൻ്റെ പേരെന്തുവാ? ഗ്യാസ് കുറ്റി. ഗ്യാസ് ഇല്ലെങ്കിലും പേരെന്തുവാ? ഗ്യാസ് കുറ്റി. ഈ ഗ്യാസ് കുറ്റിക്ക് ഗ്യാസ് ഉണ്ടെങ്കിലേ അത് കത്തും. മനസ്സിലായോ? ഗ്യാസ് കുറ്റിക്ക് ഗ്യാസ് ഉണ്ടെങ്കിലേ അത് കത്തു. അത് കത്തിയാലേ ആൾക്കാർക്ക് പേടിയാ. ഇതകത്തുണ്ടെങ്കിലേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതിന്റെ തീ ഇല്ലെങ്കിൽ, അകത്ത് ഗ്യാസ് ഇല്ലെങ്കിൽ, അതിന്റെ പേര് ഗ്യാസ് കുറ്റിയാ, പക്ഷെ വെച്ചത് എവിടാ? പുറത്താ. ഫിലിപ്പോസ് അകത്ത് ആത്മാവുള്ളവനാ. പ്രൈസ് ദി ലോർഡ്. അവന്റെ അകത്ത് ആത്മാവുള്ളപ്പോ, പ്രൈസ് ദി ലോർഡ്, അവന്റെ അകത്ത് ആത്മാവുള്ളപ്പോ അവൻ നിൽക്കുന്ന സ്ഥലം സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങുന്ന സ്ഥലമാ. അവിടെ ദുരാത്മാവിന് നിൽക്കാൻ കഴിയത്തില്ല. അപ്പോൾ അടങ്ങിയിരിക്കുന്ന ദുരാത്മാക്കള് അത് വിളിച്ചുകൊണ്ട്, നിലവിളിച്ചുകൊണ്ട് വെറുതെ പോവുകയല്ല. അയ്യോ, അത് നിലവിളിച്ചുകൊണ്ട് അത് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുക. അതിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. നിങ്ങളിലുള്ള അഭിഷേകം, നിങ്ങളിലുള്ള അഗ്നി, പ്രൈസ് ദി ലോർഡ്, അത് അടങ്ങിയിരിക്കുന്ന ദുരാത്മാവിന് അതിന് അടങ്ങിയിരിക്കാൻ കഴിയാതെ അത് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകും. അതിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അതിനടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അതങ്ങനെയൊക്കെ അടങ്ങിയിരുന്നാലും നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകം, നിങ്ങളിലുള്ള അഗ്നി, നിങ്ങളിലുള്ള തീ, സ്വർഗത്തിന്റെ തീ, ആ തീ അത് ശത്രുവിന്റെ തല തകർക്കുന്നതാ. ശത്രുവിന് അടങ്ങിയിരിക്കാൻ കഴിയാത്തതാ. ഫിലിപ്പോസിന്റെ മേൽ
വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ അഗ്നി, ഫിലിപ്പോസിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, അത് അശുദ്ധാത്മാവിനെ അത് ഓടിച്ചു കളയുന്നതാ. അശുദ്ധാത്മാവ് അത് കണ്ട് അതിന് നിൽക്കാൻ കഴിയാതെ അത് നിലവിളിച്ചോടിയതുപോലെ ഇത് പലകാലം പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങളുടെ ഭവനങ്ങൾക്കെതിരെ, ഞങ്ങളുടെ തലമുറയ്ക്കെതിരെ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കെതിരെ വ്യാപരിക്കുന്ന എല്ലാ അശുദ്ധാത്മ ബന്ധനങ്ങളും ഇന്ന് പലകാലം യേശുവിന്റെ നാമത്തിൽ അത് കെട്ടഴിഞ്ഞു മാറിപ്പോട്ടെ. ഫിലിപ്പോസ് ശമരിയയിലോട്ട് വന്നതും ഭൂതം ഇളകി. നേരത്തെ ഭൂതോടെ ഇല്ലായിരുന്നോ? ഉണ്ടായി. ഇത് വെളിയിൽ വന്നില്ല, ഇത് പുറത്തിറങ്ങിയില്ല, ഇത് അകത്തളങ്ങളിൽ അകത്ത് കൂടി. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചില വീടുകളൊക്കെ നോക്കിയാലേ എല്ലാം നോർമലാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാര്യങ്ങൾ അങ്ങോട്ട് ശരിയാവുന്നില്ല. എന്തൊക്കെ ചെയ്താലും അങ്ങോട്ട് ശരിയായിട്ട് ഒത്തു വരുന്നില്ല. രോഗങ്ങൾ, പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ശരിയാകുന്നില്ല. തൊടേണ്ടത് തൊടുമ്പോൾ ഇറങ്ങേണ്ടത് ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. അകത്ത് അഭിഷേകം വരുമ്പോൾ അകത്തളങ്ങളിൽ ഇരിക്കുന്ന സാധനത്തിന് പിന്നെ ഇരിക്കാൻ കഴിയത്തില്ല, അത് ചാടി പുറത്തേക്ക് ഇറങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2, 1 അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അതിന്റെ 7ഉം 8ഉം വാക്യം കൊണ്ടൊന്ന് വായിച്ചു. 8-ാം അധ്യായം അതിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ. അനേക പക്ഷപാതക്കാരും മുടന്തരും, മതിയമ്മ അവിടെ നിർത്തി. അനേകം പക്ഷപാതക്കാരും. അപ്പൊ ഒരു ശമരിയ പട്ടണത്തിൽ അനേകം പക്ഷപാതക്കാര്. ആഭിചാര ക്രിയ തകർക്കുന്ന എവിടെന്ന് കണ്ടോ? നന്നായി രാവിലെ ജോലിക്ക് പോയതാ, വൈകുന്നേരമായപ്പോ എഴുന്നേക്കാൻ വയ്യ. നന്നായിട്ട് കുടുംബം നടത്തിക്കൊണ്ടിരുന്നതാ, നടുവിനെ അടിച്ച് തളർത്തിയിട്ടിരിക്കുക. ഒരു ചെറിയ പട്ടണത്തിനകത്ത് ഒട്ടനവധി പ്രൈസ് ദി ലോർഡ് പക്ഷപാത രോഗികൾ കിടപ്പിലാമാവേ, എഴുന്നേക്കാൻ പറ്റുന്നില്ല. മുട്ടുകാല് തളർന്ന്, നരിയാണി തളർന്നു പോയി, എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഓടി നടന്നവരാ. ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞു, മുട്ടുകാലിന് പ്രശ്നമാ, നരിയാണിക്ക് പ്രശ്നമാ, വാദമാ, ആ വാദമാ, ഈ വാദമാ, ആ പ്രശ്നമാ, ഈ പ്രശ്നമാ, നേരെ ചൊവ്വേ നടക്കാൻ കഴിയുന്നില്ല. ഓർത്തോളണം, പ്രൈസ് ദി ലോർഡ്. ആഭിചാര ക്രിയകൾ ദേശത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിനെതിരെ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, എഴുന്നേറ്റ് കഴിയാൻ കഴിയാതെ അത് അടിച്ച് തളർത്തി കളയും. ഫിലിപ്പോസ് ശമരിയയിലോട്ട് വന്നു കഴിഞ്ഞപ്പോ അനേക പക്ഷപാത രോഗികളും അനേകം മുടന്തന്മാരും സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. നിന്റെ മേലുള്ള അഭിഷേകം പ്രൈസ് ദി ലോർഡ് അത് വെളിപ്പെട്ട് വരുമ്പോ അതിനെ അടിച്ച് തളർത്തിയിട്ടിരിക്കുന്ന ഏത് രോഗാത്മാവിനെയും അത് അടിച്ച് പുറത്താക്കി അവിടെ രോഗത്തിന് വിടുതലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി അത് ഏത് രോഗത്തെയും മാറ്റാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസ് പോയി എന്നവിടെ പറയുന്നു. നോക്കിയേ, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അഭിഷേകമുള്ള, തലയിൽ എണ്ണയുള്ള, ആത്മാഭിഷേകമുള്ള, അഗ്നി വഹിക്കുന്ന, അഗ്നി, സ്വർഗത്തിന്റെ അഗ്നി ചുമക്കുന്ന ഫിലിപ്പോസിന്റെ പാദം പ്രൈസ് ദി ലോർഡ് ശമരിയയിൽ പതിഞ്ഞപ്പോ അവിടെ അടഞ്ഞു കടന്നിരുന്ന ദുരാത്മാക്കൾ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. ഭവനങ്ങൾക്കകത്ത് അടിച്ചു തളർത്തിയിട്ടതുപോലെ കടന്ന പക്ഷപാത രോഗികൾ എഴുന്നേറ്റ് സൗഖ്യത്തോടെ എഴുന്നേറ്റ് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇനി നടക്കത്തില്ല, ഇനി നടക്കാൻ കഴിയത്തില്ല എന്ന് ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് കൊടുത്ത മുടന്തന്മാര് ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആഭിചാരക്രിയ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, ആഭിചാരക്രിയ ദേശത്തുണ്ടെങ്കിൽ, ആഭിചാരക്രിയ ദൈവമക്കൾക്കെതിരെ അല്ലെങ്കിൽ കുടുംബങ്ങൾക്കെതിരെ വരുന്നുണ്ടെങ്കിൽ നിന്നിലുള്ള അഭിഷേകം ആഭിചാരത്തെ കത്തിക്കാനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ആഭിചാരക്രിയയെ തകർക്കാനുള്ള അഭിഷേകം ചുമക്കുന്ന ദൈവമക്കളാ നമ്മൾ ഓരോരുത്തരും. സ്തോത്രം. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും. യേശു കർത്താവിനെ പ്രൈസ് ദി ലോർഡ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ എന്റെ അകത്തും വ്യാപരിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. അത് കല്ലറകളിൽ നിന്ന് അത് പ്രൈസ് ദി ലോർഡ് ശത്രു നിന്നെ രോഗിയാക്കി മാറ്റിയാൽ, ശത്രു നിന്നെ ബലഹീനപ്പെടുത്തി അടിച്ചു തളർത്തി കിടത്തി കഴിഞ്ഞാലും, ശത്രു നിന്നെ കല്ലറയിലാക്കിയാലും അവിടെ നിന്ന് വലിച്ചു പുറത്തിറക്കാൻ കഴിയുന്ന അഭിഷേകത്തിന്റെ ശക്തിയാ നിന്റെ ഉള്ളിലാക്കി വച്ചിരിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ ഉള്ളിലുള്ള അഭിഷേകത്തിന്റെ ശക്തി ഏത് ആഭിചാരത്തെ പൊട്ടിക്കാനുള്ളതാ. സ്തോത്രം. ഫിലിപ്പോസ് ശമരിയയിൽ വന്നപ്പോൾ അത്ഭുതം നടക്കാൻ കാരണം അവൻ പരിശുദ്ധാത്മ ശക്തിയുള്ളവനാ. പ്രൈസ് ദി ലോർഡ്. വെറുതെ ഞായറാഴ്ച പള്ളിയിൽ പോയി, പള്ളിയിൽ അംഗത്തുള്ള ഒരാൾ ശമരിയയിൽ പോയപ്പം ഭൂതം പോയെന്നാണോ? അങ്ങനെയൊന്നും ചുമ്മാ ചിന്തിച്ചേക്കരുത്. എൻ്റെ പേര് പള്ളിയിലുണ്ട്, ഞാൻ വെള്ളം ഉടുപ്പിട്ടതാണ്, ഞാൻ പാട്ടൊക്കെ പാടാൻ എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് ഭൂതം കൂടത്തില്ല, എനിക്ക് ആഭിചാരം ഫലിക്കത്തില്ലെന്നൊന്നുമല്ല. നിന്റെ തലയിൽ എണ്ണ ഉണ്ടെങ്കിൽ, നീ അഭിഷേകമുള്ളതാണെങ്കിൽ, നിന്റെ അകത്ത് ആത്മാവുണ്ടെങ്കിൽ ആഭിചാരം നിന്നെ തൊടത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലയിൽ എണ്ണ ഉണ്ടെങ്കിൽ, നിന്റെ അകത്ത് ആത്മാവ് തന്നിട്ട്, പ്രൈസ് ദി ലോർഡ്, നീ ആത്മശക്തിയിൽ ജീവിക്കുന്ന ഒരു ദൈവവേദനാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ പ്രൈസ് ദി ലോർഡ് നിന്നിലുള്ള അഭിഷേകത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ, എല്ലാ ആഭിചാര ക്രിയകളെയും അത് തകർക്കുവാൻ കഴിവുള്ളതാ. ആഭിചാരം ചെയ്തിട്ട് കുടുംബത്തിനകത്ത് രോഗം കൊണ്ടിടുകയാണെങ്കിൽ, നിന്റെ നന്മ തകർത്ത് കളയാണെങ്കിൽ, നിന്റെ തലമുറയെ അത് ബാധിക്കുകയാണെങ്കിൽ, ഇത് പകൽക്കാലം പറയണം, യേശുവിന്റെ നാമത്തിൽ എന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി എന്റെ ഭവനത്തിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെയും ഇന്ന് പകൽക്കാലം തകർത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കുടുംബത്തിന്റെ മേൽ ജയമെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തോത്രം. വിശ്വാസത്തോടെ ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ആത്മീയന്, അഭിഷേകമുള്ളവന് ആഭിചാരം നമുക്കങ്ങനെ പറയാം. അഭിഷേകമുള്ളവൻ ആഭിചാരം എന്ത് ചെയ്യത്തില്ല? ഫലിക്കത്തില്ല. ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിന് ഏൽക്കയില്ല. നമ്മളെപ്പോഴും പാടുന്ന പാട്ടാ അല്ലേ? ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിന് ഏൽക്കയില്ല. ആരാ ഈ പറഞ്ഞേ? ആര് പറഞ്ഞതാ? സ്തോത്രം. ഇപ്പം ഞാൻ വായിക്കത്തില്ല, വായിക്കാൻ നിങ്ങൾ പുസ്തകം നമ്പർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് വായിക്കും. അതുകൊണ്ട് ഞാൻ പോകാൻ നേരത്തെ ഞാൻ വേണമെങ്കിൽ പിന്നെ പറഞ്ഞുതരാം ഏത് ചാപ്റ്ററിൽ ഇതൊക്കെ വരുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. മോവാബ്യ രാജാവായ ബാലാക്ക് മിസ്രൈം ദേശത്ത് നിന്ന് വരുമ്പോൾ ഒരു പട പോലെ ഇങ്ങനെ വരുന്നുണ്ട്. 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമായിട്ട് അവരിങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ചുറ്റുമുള്ള ബാലാക്ക് പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ഒരു വലിയ ജനസമൂഹം മിസ്രൈമിൽ നിന്നായി ഇളകി വരുന്നുണ്ട്. ബാലാക്ക് പറഞ്ഞതാ. രണ്ടാമത്തെ കാര്യം, പശു കാള പുല്ല് നക്കി തിന്നുന്നത് പോലെ അവർ ശത്രുക്കളെ തിന്നു കളയുക. ഈ കാള പുല്ല് തിന്നിട്ടുണ്ടോ? എങ്ങനാ? ഒരു സൈഡിൽ പോയി നിന്നിട്ട് പതിയെ നാക്കുകൊണ്ട് ഇങ്ങനെ സൈഡിലോട്ട് ചരിച്ചു പിടിച്ചേച്ച് ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങും. അതിങ്ങനെ അവിടെ ഇവിടെ നിന്ന് പോകത്തില്ല. ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ തീർത്ത് കംപ്ലീറ്റ് ക്ലീൻ ആക്കി കൊണ്ടങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ദൈവമക്കളായ ഇസ്രായേലിനെ കുറിച്ച് ശത്രു രാജാവായ മോവാബ്യ രാജാവായ ബാലാക്ക് പറയുക, അവരൊക്കെ മുമ്പിലൊന്നും ചെന്ന് പെട്ടേക്കരുത്, അവർ തിന്നു കളയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇസ്രായേലിനെ ശപിക്കാനായിട്ട് പ്രൈസ് ദി ലോർഡ് ബയോരിന്റെ മകനായ ബാലാമിനെ വിളിക്കാൻ വേണ്ടിയിട്ട് രാജാവ് ആളയച്ചു. ഇവൻ പോയി. പ്രൈസ് ദി ലോർഡ്. ബിലയാം എന്ന് പറയുന്നത് ദൈവത്തെ യഹോവയെ അറിയുന്ന, യഹോവയുടെ നാമത്തിൽ പ്രവചിക്കുന്ന ഒരു പ്രവാചകനാണ്. അവന്റെ അടുക്കൽ ആളയച്ചിട്ട് സമ്മാന പൊതികളും ദക്ഷിണകളൊക്കെ കൊടുത്ത് പ്രൈസ് ദി ലോർഡ് ബിലയാമിനെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി പറഞ്ഞയച്ചു. സ്തോത്രം. ഇതിനിടയിൽ കൂടെ കയറി ഞാൻ ഒരു കാര്യം പറയാം. പ്രൈസ് ദി ലോർഡ് ബിലയാമിന് പ്രൈസ് ദി ലോർഡ് യഹോവയെ അറിയാം, യഹോവയ്ക്ക് എന്ത് ഇഷ്ടമുണ്ട് ഇഷ്ടമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടറിയാം. ഒരാളെ ശപിക്കാനായിട്ട് വിളിക്കുമ്പോൾ പോകാൻ പാടില്ലാമെന്ന് അറിയുന്ന ബിലയാം എന്നാലും ദൈവത്തോട് എന്ത് ചെയ്യാൻ പോയി? ആലോചന ചോദിക്കാൻ പോയി. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു സഹോദരി എന്നെ വിളിച്ചേച്ചു പറഞ്ഞു, പാസ്റ്ററെ, എനിക്കറിയാം ഇത് പറയുന്നത് തെറ്റാണ്, എനിക്കറിയാം അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന്, എന്നാലും എനിക്കൊരു ആഗ്രഹം. കാരണം എൻ്റെ മോന് വിശ്വാസത്തിലില്ലാത്ത ഒരു കൊച്ചുമായിട്ടൊരു ബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് ദൈവഹിതമാണോ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ തന്നെ പറയാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പൊ പറയാം. എന്തുവാ പാസ്റ്ററെ? നടക്കത്തില്ല. കാരണം വേദപുസ്തകത്തിനകത്ത് പ്രമാണത്തിൽ എഴുതി വെച്ച കാര്യത്തിന് വിരോധമായി പ്രാർത്ഥിപ്പാൻ വ്യവസ്ഥയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തിന് നിരക്കാത്ത ഒരു കാര്യത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ മെനക്കെടരുത്. ദൈവം വേണ്ട എന്ന് പറഞ്ഞ കാര്യത്തിന് ദൈവത്തിന്റെ അരുളപ്പാട് ചോദിക്കാൻ ഇരിക്കരുത്.
ബിലെയാമിന് അറിയാം ദൈവജനത്തെ ശപിക്കരുതെന്ന്. എന്നാലും ദൈവത്തോട് ആലോചന ചോദിക്കാൻ പോയിരിക്കുക. ഇനി എങ്ങാനും ഞാൻ ശപിച്ചിട്ട് പ്രൈസലോട് ബാലാക്ക് വിളിച്ചുകൊണ്ട് വന്നത് ഇവരെന്ത് ചെയ്യണം? ബിലെയാം ശപിക്കുമ്പോ ഈ ജനത്തിനെ ജയിപ്പാനായിട്ട് മോവാബ്യ രാജാവായ ഈ ബാലാക്കിന് കഴിയും. അതുകൊണ്ടാണ് വിളിക്കാൻ വേണ്ടിയിട്ട് പ്രൈസലോട് ബിലെയാമിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേച്ചത്. അപ്പം ബിലെയാം വന്നു. ബിലെയാമിന് പ്രൈസലോട് ബാലാക്ക് ജനത്തെ കാണിച്ചു കൊടുത്തു. ഇവനൊരു സൈഡിൽ നിന്ന് കണ്ടു. ഇനി എന്നെ ശ്രദ്ധിച്ചോ, 4-5 കാര്യങ്ങൾ ബിലെയാം പറയുന്ന 4-5 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. ഒന്ന്, ബിലെയാം പറഞ്ഞ് ജനത്തെ നോക്കിക്കൊണ്ട് പ്രൈസലോട് ശപിക്കാൻ വേണ്ടി വിളിച്ചവനാ. അവൻ ആദ്യം പറഞ്ഞ കാര്യം പ്രൈസലോട്, ഇതാ ഞാൻ കാണുകയാ, യാക്കോബിന്റെ ഗ്രഹത്തെ ഞാൻ കാണുകയാ, ഇസ്രായേലിന്റെ കൂടാരങ്ങളെ ഞാൻ കാണുകയാ. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം പ്രൈസലോട് ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. പ്രൈസലോട് ദൈവമക്കളെ കുറിച്ച് ഇന്ന് പകൽക്കാലം ആത്മീയനാണോ, ആഭിചാരം ഫലിക്കുമോ ഇല്ലയോ എന്നുള്ളതിന് ഒരൊറ്റ തെളിവേ ഉള്ളൂ. നീ വേർപാടുകാരനാണെങ്കിൽ ശത്രു നിന്നെ തൊടത്തില്ല. നീ വേർപാട് പറഞ്ഞെന്തുവാ? ബിലെയാം നോക്കിയേച്ച് പറയാ, നോക്കിയേ, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, അവർ ജാതികളുടെ കൂട്ടത്തിലില്ല. വെള്ള ഉടുപ്പിട്ട് സ്വർണം മാറ്റി ആത്മാവിന്റെ പാട്ടൊക്കെ പാടും, 2 അന്യഭാഷയും പറയും, അതുകൊണ്ട് ആത്മീയനാകത്തില്ല. നീ തനിച്ചു പാർത്ത്. ബിലെയാം എന്തോ പറഞ്ഞേ? ദേ നോക്കിയേ, തനിച്ചു പാർക്കുന്ന ഒരു ജനം, ഐസൊലേറ്റഡ്, ഒറ്റയ്ക്ക് മാറി തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിലില്ല. ലോകത്തിന്റെ ചിന്തകളില്ല, ലോകപ്രകാരമല്ല അവർ ജീവിക്കുന്നത്. അവർ തനിച്ചു പാർക്കുക, അവർ ആത്മീയരാ. പ്രൈസ് ദി ലോർഡ്. അവന് ലോകത്തിനോട് ഒരു ഇടപാടുമില്ല. ലോകം ജഡം പിശാചിനെ ജയിച്ചവന ആത്മീയൻ. പ്രൈസ് ദി ലോർഡ്. ലോകം ജഡം പിശാചിനെ ജയിച്ചവന ആത്മീയൻ. അവന് ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല. ലോകത്തിൽ ഒന്നും അവന് പറയാനായിട്ട് കഴിയത്തില്ല. അവൻ പറയും, എനിക്ക് നിനക്കും തമ്മിൽ ബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് പോകാൻ വേണ്ടി ഇവിടെ ഒരുങ്ങുന്നത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഒന്ന്, ഇതാ തനിച്ചു പാർക്കുന്ന ജനം. 2, അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരും വായിക്കേണ്ട. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിലാണ് ഞാനിത് പറയുന്നത്. നമുക്ക് വീട്ടിൽ പോയിരുന്ന് നിങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ മതി. സംഖ്യാപുസ്തകം 23-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നുണ്ട്, അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു. 3-ാമത്തെ കാര്യം, ദൈവം അവനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നതാ. അവന്റെ നടുവിൽ ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ, എല്ലാവരും പറയും ദൈവം എല്ലായിടത്തും ഉണ്ട്, പുല്ലിലുമുണ്ട്, തുരുമ്പിലുമുണ്ട്, പ്രൈസ് ദി ലോർഡ്, എല്ലായിടത്തും തൂണിലുമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങളോടുകൂടെ ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഭയപ്പെടാനുള്ളതല്ല, നിങ്ങൾ ഭയപ്പെടുത്താനുള്ളവരാ. ശത്രുവിനെ കണ്ട് ഭയപ്പെടാനുള്ളവരല്ല, ആഭിചാരം കണ്ട് ഭയപ്പെടാനുള്ളവരല്ല, ശത്രുവിന്റെ ക്രിയ കണ്ട് ഭയപ്പെടാനുള്ളവരല്ല. പകരം ശത്രു നിങ്ങളെ കണ്ട് ഭയപ്പെടാനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം വായിച്ചേ. സംഖ്യാപുസ്തകം 23-ാം അധ്യായം, അതിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മതിയമ്മാമേ. ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിന് ഏൽക്കയില്ല. കണ്ടല്ലോ. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാമത്തെ വാക്യം ബിലെയാം പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളോ പുതിയ നിയമത്തിലോ യേശു കർത്താവോ ആരും പറഞ്ഞതല്ല. ഇസ്രായേലിനെ ശപിക്കാൻ കൊണ്ടുവന്ന ഒരാള് നോക്കിയേച്ചു പറയുക, ഈ പണി നടക്കത്തില്ല, കാരണം ഇവന്മാരകത്തുള്ള ആത്മാവ് വേറെയാ. ഇവരെ ശപിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാര്യം എന്തുവാ? ഒത്തിരി പേര് പറയുന്നുണ്ട്, അയ്യോ അവരെ ശാപം എനിക്ക് കിടക്കുക, എനിക്ക് അങ്ങോട്ട് ശാപം കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. ഒന്ന് പകൽക്കാലം പറയട്ടെ, നിന്റെ മേൽ ഒരു ശാപത്തിനും അധികാരമില്ല. എല്ലാ ശാപവും ആ കാൽവരിൽ തീർത്ത് കളഞ്ഞതാ, അത് ആണിമേൽ തൂക്കി കളഞ്ഞതാ. ഇനി ശാപത്തിന് നിന്റെ മേൽ സ്ഥാനമില്ല. ഒരു ശാപവും നിനക്ക് മേൽ നിൽക്കാനായിട്ട് കഴിയത്തില്ല. ഒരു ശാപവും നിന്റെ തലമുറയുടെ മേൽ നിൽപ്പാനായിട്ട് കഴിയത്തില്ല. ഒരു ശാപവും നിന്റെ കുടുംബത്തെ തകർക്കാനായിട്ട് കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം പറ, യേശുവിന്റെ നാമത്തിൽ എല്ലാ ശാപവും എന്റെ ഭവനത്തെ വിട്ട് മാറിപ്പോയതിനായി സ്തോത്രം കർത്താവേ. എന്റെ മേൽ പറയപ്പെടുന്ന എല്ലാ ശാപവാക്കുകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോയിരിക്കുകയാണ്. സ്തോത്രം. ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിന് ഏൽക്കയില്ല. ഇസ്രായേലിനെ എന്തുകൊണ്ട് ശപിക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? അവൻ തനിച്ചു പാർക്കുന്ന ജനം, അവൻ ജാതികളുടെ കൂട്ടത്തിലില്ല. സ്തോത്രം, സ്തോത്രം. പെന്തക്കോസ്ത് പള്ളിയിൽ അംഗത്വം എടുത്ത് കൂട്ടത്തിൽ കൂടി വെച്ച്
ലോകം വിട്ടിട്ടില്ലെങ്കിൽ, ലോകപ്രകാരമാണ് ജീവിക്കുന്നതെങ്കിൽ, ലോകത്തിൻ്റെ മനുഷ്യനോട് കൂടെ ചേർന്ന് ലോകപ്രകാരമുള്ള ചെയ്തികളും ചിന്തകളും പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് നടന്നിട്ട് എനിക്ക് ആ വിചാരം ഫലിക്കത്തില്ല, കാരണം ഞാൻ പെന്തക്കോസ്ത് പള്ളിയിൽ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. കാരണം അതിനൊരർത്ഥവുമില്ല. നീ തനിച്ചു പാർക്കുകയാണെങ്കിൽ, ലോകം ജഡം പിശാചിനെ ജയിച്ചവനായി, അകത്ത് ആത്മാവുള്ളവൻ, തലയിൽ എണ്ണയുള്ളവനായി നീ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഒരാഭിചാരത്തിനും നിന്നെ തൊടാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഗം കൂടെ വേഗത്തിൽ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിലോട്ടൊന്ന് വന്നേ. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായം, അതിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇരുപത്തെട്ടാം അധ്യായം ആരംഭിക്കുമ്പോൾ നമ്മൾ അപ്പോസ്തലനായ പൗലോസിനെ അവിടെ കാണുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പ്രൈസ് ദി ലോർഡ് വഴിയാത്ര ചെയ്തിരുന്ന കപ്പൽ എന്ത് ചെയ്തു? കപ്പൽ ഛേദം സംഭവിച്ചു. എത്ര പേര് കപ്പലിലുണ്ടായിരുന്നു? 276 അവർ കപ്പലിലുണ്ടായിരുന്നു. കപ്പൽ ഛേദം സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. കപ്പൽ തകർന്ന് അടിഞ്ഞുപോയി. കപ്പലിൽ നിന്ന് പൊടിഞ്ഞു പോയ പലക കഷ്ണങ്ങളിലൊക്കെ നീന്തി പിടിച്ച് ഇവരെന്ത് ചെയ്ത് കരയ്ക്കടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ദ്വീപിന്റെ പേര് മെലിത്ത എന്നാണെന്ന്. പ്രൈസ് ദി ലോർഡ്. മാൾട്ട അല്ലെങ്കിൽ മെലിത്ത എന്ന ദ്വീപിൽ അവരെത്തിച്ചേർന്നു. അവിടെ ഇരുന്നു കൊണ്ട് പ്രൈസ് ദി ലോർഡ് അവിടുത്തെ ദ്വീപവാസികൾ, ആ ഭാഗം ഞാൻ നേരത്തെ ശുശ്രൂഷിച്ചുള്ളത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ തൊടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ഉണ്ടായിരുന്ന ദ്വീപവാസികൾ എല്ലാവരും ചേർന്ന് ഇവർ നീന്തി വന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. തണുപ്പും ശൈത്യവും ഒക്കെ അടിച്ചിട്ട് ഇവരെ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്, നന്നായിട്ട് തണുത്ത് പ്രൈസ് ദി ലോർഡ് ജീവഹാനി സംഭവിക്കുമെന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് തീ കൂട്ടി ഇവരെ സഹായിക്കാൻ തുടങ്ങുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവരുടെ ശരീരം ചൂട് പിടിപ്പിക്കാനായിട്ട് അതിന്റെ കൂട്ടത്തിന് പൗലോസ് എന്ത് ചെയ്തു? പോയി ചില വിറകുകളൊക്കെ പെറുകി കൊണ്ടുവന്ന് ഈ തീ ഇടുന്ന സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അതിനകത്തു നിന്നൊരു അണലി പുറത്തേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. There was a viper that came out. ഒരു അണലി, മറഞ്ഞിരുന്ന അണലി, ശ്രദ്ധിച്ചോളണം, മറഞ്ഞിരുന്ന അണലി. അവിടെ ഒരുപാട് പേര് ദൈവവാസികൾ കുറെ നേരം കൊണ്ട് തീ കത്തിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ മെലിത്ത ദ്വീപിനകത്ത് ഒരുപാട് പേര് തീ കത്തിക്കുന്നുണ്ട്. അപ്പോഴൊന്നും വരാത്ത അണലി, അഭിഷിക്തനായ, തലയിൽ എണ്ണയുള്ള, അഭിഷേകമുള്ള കൃപാവരമുള്ള, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് വിറകഷ്ണം അങ്ങോട്ട് പിറക്കിയിട്ടത് മറഞ്ഞിരുന്ന അണലി അത് പുറത്തേക്ക് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും നാൾ ഇതെന്താ വെളി വരാത്തെ? ശീമോൻ ആഭിചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പം പക്ഷപാതക്കാരും മുടന്തരും ഭൂതം ഉണ്ടായിരുന്നവരെന്നും അഡ്രസ് പറയാത്തെന്താ? അഭിഷേകമുള്ളവൻ ചവിട്ടുമ്പം ഇറങ്ങേണ്ടത് ഇറങ്ങും. നിങ്ങളുടെ തലയിലുള്ള അഭിഷേകം നിന്റെ ഭവനത്തിലെ അന്ധകാരത്തെ പുറത്തിറക്കാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങളുടെ വീട്ടിനകത്തൊരു അശുദ്ധാത്മാവ് പുറത്തിറങ്ങാൻ നിങ്ങളൊരു പ്രവാചകനെയും പുരോഹിതനെയും വിളിച്ചുകൊണ്ട് വരണ്ട. നിനക്കകത്ത് ആത്മാവുണ്ടായാൽ മതി. പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്ത് ആത്മാവുണ്ടെങ്കിൽ, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മ ശക്തി ഉണ്ടെങ്കിൽ, അഭിഷേകത്തിന്റെ ശക്തി, ആ പ്രൈസ് ദി ലോർഡ്, അശുദ്ധാത്മാവിനെ അകത്ത് നിർത്താൻ കഴിയാതെ അതിനെ അടിച്ചു പുറത്തിറക്കും. ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അവിടുത്തെ ആത്മാവിനെ എന്നെ നീ ശക്തിപ്പെടുത്തണം. അവിടുത്തെ ആത്മാവിനെ എന്നെ നീ ശക്തിപ്പെടുത്തണം. ശീമോന്റെ ആഭിചാരക്രിയ തകർത്തത്. പ്രൈസ് ദി ലോർഡ്. ആഭിചാരത്തെ പിടിച്ചു കെട്ടിയപ്പോ പ്രൈസ് ദി ലോർഡ് പക്ഷപാതക്കാരൻ എഴുന്നേറ്റു. ആഭിചാരത്തെ പിടിച്ചു കെട്ടിയപ്പോ മുടന്തൻ ചാടി എഴുന്നേറ്റു. ആഭിചാരത്തെ പിടിച്ചു കെട്ടിയപ്പോ അശുദ്ധാത്മാക്കൾ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. ഇന്ന് പകൽക്കാലം ചില ആഭിചാരക്രിയകളെ, അശുദ്ധാത്മ ബന്ധനങ്ങളെ, ഇന്ന് പകൽക്കാലം അഭിഷേകമുള്ള നിങ്ങളുടെ ഭവനത്തിനകത്ത് തലമുറയുടെ മേലുള്ള ബന്ധനങ്ങൾ പിടിച്ചു കെട്ടുമ്പോ പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ കരം വയ്ക്കുമ്പോ, നിങ്ങളുടെ പാദം ചവിട്ടുമ്പോ അശുദ്ധാത്മാക്കൾ ആ തലം വിട്ട് മാറിപ്പോകും. വലിയ വിടുതലുകൾ സംഭവിക്കും. സ്തോത്രം. നമ്മുടെ ഭവനങ്ങൾക്കകത്ത് വിടുതലുണ്ടാകണം. തലമുറകളിൽ വിടുതലുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നാളുകളായി ഒരേ വിഷയം, ഒരേ പ്രശ്നം ഒരു ഭവനത്തിനകത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ശത്രുവിന്റെ ഒരു ബന്ധനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിട്ടുമാറാത്ത ഏതെങ്കിലും രോഗങ്ങൾ നിങ്ങളെ വർഷങ്ങളായിട്ട് അലട്ടുന്നുണ്ടെങ്കിൽ അത് ഓർത്തോ ഡോക്ടർമാർ പറയും അത് പാരമ്പര്യമാ, അത് വർഷങ്ങളുടെ പഴക്കമുള്ളതാ, അത് നിന്നെ വിട്ടു മാറത്തില്ല. എന്നാൽ ഒരു ആത്മീയൻ അത് തിരിച്ചറിഞ്ഞ് പറയണം, അതിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവുണ്ട്. എന്റെ മേൽ പ്രൈസ് ദി ലോർഡ് പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം ആ ദുരാത്മാവിന് പുറത്തിറക്കാൻ കഴിയുന്നതാ. പൗലോസ് വിറക് പെറുക്കി തീയിലോട്ടങ്ങ് വെച്ചതും
അണലി പുറത്തേക്ക് ഇറങ്ങിയില്ലേ, പുറത്തേക്ക് ഇറങ്ങി. അടുത്ത് നടന്നതെന്നറിയാമോ? നമ്മൾ വായിച്ച 28-ാം അധ്യായത്തിൽ അവിടെ ഒരു ദ്വീപ് പ്രമാണി ഉണ്ടായിരുന്നു. ആ ദ്വീപിനൊരു പ്രമാണി ഉണ്ടായിരുന്നു. അയാളുടെ പേര് പുബ്ലിയോസ് എന്നാണ്. പുബ്ലിയോസിന്റെ അപ്പൻ അതിസാരവും പനിയും പിടിച്ചു. മാൾട്ട ദ്വീപിൽ ആ സമയത്ത് അനേകർ മരണപ്പെട്ടു പോകുന്ന ഒരുതരം പകർച്ചവ്യാധിയായിരുന്നു ഈ അസുഖം. ഒത്തിരി പേരെ കൊന്നു കളയുന്ന ഒരു വ്യാപാരം. പ്രൈസലോട് ആൾക്കാർ മരിക്കുക, ആൾക്കാർക്ക് ഈ അസുഖം വിട്ടുമാറുന്നില്ല. ഞാനിവിടുത്തെ വായിച്ചിട്ടുണ്ട്. അത് അനേകർക്ക് അത് വിട്ടുമാറാതെ, പ്രൈസലോട് ഒരുപക്ഷെ മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ ഒത്തിരി പേരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരാത്മാവ്, ഒരു അശുദ്ധാത്മാവ്, ഒരു വ്യാപാരം പ്രൈസലോട് ആ ദേശത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോസ്തലനായ പൗലോസ് അവിടേക്ക് വന്ന് കയറി. അണലിയെ പിടിച്ചപ്പോ അതിസാരം നിന്നു, അണലിയെ പിടിച്ചപ്പോ പനി വിട്ടുമാറി. അതിസാരം പ്രൈസലോട് അശുദ്ധാത്മാവിന് അണലിയെ പിടിച്ച് അവനെ തീയിലേക്ക് കുടഞ്ഞിട്ട് കഴിഞ്ഞപ്പോ ജീവൻ എടുക്കുന്ന ദുരാത്മാവിന്റെ കെട്ടുപൊട്ടുകയാ. പ്രൈസലോട് അണലിയെ പിടിച്ച് തീയിലോട്ട് കുടഞ്ഞത് പുബ്ലിയോസിന്റെ അപ്പൻ കിടക്കെന്ന് എഴുന്നേറ്റു. ഫിലിപ്പോസ് ശമരിയയിലോട്ട് കാല് വെച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി, വചനം പറയാൻ തുടങ്ങിയപ്പോ 10-18 വർഷമായി കിടക്കെ കിടന്നത് ചാടി അങ്ങ് എഴുന്നേറ്റു. പ്രൈസ് ലോർഡ്, സ്തോത്രം. നമ്മളിലുള്ള അഭിഷേകം ശത്രുവിന്റെ തല തീർക്കുന്നതാ. പ്രൈസ് ലോർഡ്. ശത്രു അടച്ച് ബന്ധിച്ചു വച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേലെ വിടുതൽ തരുന്ന. നോക്കിയേ, പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവന്റെ അടുക്കൽ വന്ന് അകത്ത് ചെന്ന് പ്രാർത്ഥിച്ചു, അവന്റെ മേൽ കൈവച്ചു, സൗഖ്യം വരുത്തി. അത് മാത്രമോ, മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. കണ്ടോ, ഒരാളെ മാത്രമൊന്നുമല്ല. ഇതൊക്കെ ഇനി മരിക്കാനുള്ളതാ എന്ന് പറഞ്ഞ് എഴുതി വിട്ട കേസുകൾ. ശ്രദ്ധിച്ചോ, ഇനി എന്ത് ചെയ്യത്തില്ല, രക്ഷപ്പെടത്തില്ല. ഇനി ഇതൊന്നും രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ് എഴുതി വിട്ട കേസുകൾ ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുക. എവിടെ പിടിച്ചപ്പോ? അണലിയെ പിടിച്ചപ്പോ. പ്രൈസ് ലോർഡ്. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ നിങ്ങൾ പിടിച്ചു കെട്ടി കഴിയുമ്പോൾ പ്രൈസ് ലോർഡ് കിടക്കുന്ന പലതും എഴുന്നേക്കും. പ്രൈസ് ലോർഡ്. നാളുകളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും വിട്ടുമാറും. ഇന്ന് പകൽക്കാലം അവിടുത്തുള്ള അഭിഷേകത്തിന്റെ ശക്തിക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ അഭിഷേകത്തിന്റെ ശക്തി എൻ്റെ കെട്ടുകളെ പൊട്ടിക്കാനുള്ളതാ. എൻ്റെ അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ ഭവനത്തിനകത്ത് വിട്ടുമാറാത്ത രോഗങ്ങൾ, നമ്മുടെ ഭവനത്തിനകത്ത് ശത്രുവിടുന്ന ബന്ധനങ്ങൾ, നമ്മുടെ ഭവനത്തിനകത്ത് തലമുറയ്ക്ക് നേരെ വ്യാപരിക്കുന്ന ദുരാത്മാക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയാണ്, കർത്താവേ, എന്നിലുള്ള അഭിഷേകത്തിന്റെ ശക്തി വർദ്ധിക്കട്ടെ, എന്റെ അകത്ത മനുഷ്യൻ ബലപ്പെടട്ടെ, എന്റെ അഭിഷേകത്തിന്റെ ശക്തി വർദ്ധിച്ചിട്ട് ശത്രുവിന്റെ കെട്ടഴിയട്ടെ. എന്റെ തലമുറയുടെ മേൽ വ്യാപരിക്കുന്നത്, എന്റെ ഭവനത്തിന്റെ മേൽ വ്യാപരിക്കുന്നത്, എന്റെ കുടുംബ ജീവിതത്തിന്റെ മേൽ വ്യാപരിക്കുന്നത്, എന്റെ നന്മയെ തകർത്ത് കളയുന്നത്, ഞങ്ങളെ ക്ഷീണിപ്പിച്ച് കളയുന്നത്, ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത്, ഞങ്ങളെ അലച്ചു കളയുന്നത്, ഞങ്ങളുടെ തലമുറയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അലച്ചിട്ട് ഓടിക്കുന്ന, വീട്ടിൽ കയറാൻ കഴിയാതെ വേണം അലച്ചോടിക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അതിനുമേൽ ഞങ്ങൾ ജയമെടുക്കുക. യേശുവിന്റെ നാമത്തിൽ ഭവനങ്ങൾക്കകത്ത് വിടുതൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭവനങ്ങൾക്കകത്ത് വിടുതൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ ബന്ധനങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നാളുകളായിട്ടുള്ള രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അത് പൊട്ടി മാറിപ്പോകട്ടെ. ഇന്ന് പകൽക്കാലം പ്രൈസ് ലോർഡ് ശത്രു തൊട്ട വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചേ. ഫിലിപ്പോസിന്റെ പാദം പതിഞ്ഞപ്പോ ശമരിയ പട്ടണത്തില് ബെഡിൽ കിടന്നവൻ, പക്ഷപാതം പിടിച്ചവൻ, ഇനി എഴുന്നേക്കത്തില്ല എന്ന് പറഞ്ഞവൻ ചാടി എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഇനി ഒരു അത്ഭുതവും നടക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. ചേർന്ന് പ്രാർത്ഥിച്ചേ. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടിയും കിട്ടാത്തത്, ശത്രു ബന്ധിച്ചു വച്ചിരിക്കുന്നത്, ആഭിചാര ക്രിയകൾ കൊണ്ട് തകർത്ത് കളഞ്ഞത്, യേശുവിന്റെ നാമത്തിൽ ആഭിചാരത്തിന്റെ ശക്തി പൊട്ടി, യേശുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ ബന്ധനം പൊട്ടി മാറി, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഭവനത്തിനകത്ത് വിടുതൽ വ്യാപരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ തലമുറയിൽ വിടുതൽ വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വിടുതൽ വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ വിടുതൽ വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ സമ്പത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ തലമുറയിൽ വിടുതൽ വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ ജോലി മേഖലയിൽ വിടുതൽ വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ ശരീരങ്ങൾ വിടുതൽ വ്യാപരിക്കട്ടെ. ശത്രുവിട്ട രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അത് ശരീരം വിട്ട് മാറിപ്പോകട്ടെ. നാളുകളായി വർഷങ്ങളായി ശത്രുവിട്ട രോഗങ്ങൾ
സകല രോഗബന്ധനങ്ങളും രോഗാത്മാവും യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഓ ഇനി ഇത് മാറത്തില്ല എന്ന് ശത്രു വാദിച്ച വിഷയങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഓ നമ്മുടെ ശരീരം വിട്ട് മാറട്ടെ. ഓ രക്തം ചെയ്യും, രക്തം ചെയ്യും, വിടുതൽ വ്യാപരിക്കട്ടെ. ശരീരങ്ങൾ വിടുതൽ വ്യാപരിക്കട്ടെ. കുടുംബങ്ങൾക്കകത്ത് വിടുതൽ വ്യാപരിക്കട്ടെ. തലമുറകളിൽ വിടുതൽ വ്യാപരിക്കട്ടെ. വിഷയങ്ങളെ വെച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഏത് വിഷയത്തിന്റെ പുറത്ത് കർത്താവേ സ്തോത്രം, ഏത് വിഷയത്തിന്റെ പുറത്ത് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിറങ്ങട്ടെ. കർത്താവേ രക്തം ചെയ്യും, രക്തം ചെയ്യും. കർത്താവേ ഞങ്ങളെ അവിടെ നിന്ന് വിടുവിച്ചതിനായി സ്തോത്രം. കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി സകല ശാപത്തെയും പാപത്തെയും ചുമന്നു തീർത്ത കർത്താവ് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലാക്കി കർത്താവെ ശത്രുവിന്റെ തല തകർക്കുവാൻ, ഏത് ശാപത്തെയും രോഗത്തെയും നീക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുകയാൽ സ്തോത്രം. ശത്രുവിന്റെ ബന്ധനങ്ങൾ, ആഭിചാരക്രിയയുടെ ബന്ധനങ്ങൾ, പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഭവനങ്ങളെ വിട്ട്, ഞങ്ങളുടെ തലമുറകളെ വിട്ട് മാറിപ്പോയതിനായി സ്തോത്രം. ഇപ്പോൾ നാദാസമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞേക്കണം. സ്വർഗം ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം, വിടുവിച്ചതിനായി സ്തോത്രം. മഹത്വം പൊന്നുതിരിമേ എനിക്കായിരിക്കട്ടെ. സകലവും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേട്ട് മറുപടി തരണം പ്രിയ പിതാവേ.